വെൽക്കം. ഓക്കെ, അപ്പം മക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ് 5-ലെ 3 ചാപ്റ്റേഴ്സ് ആണ്. അതിന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഒരു ഓൾ ഇൻ ഓൾ സമ്മറി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വി നോ ദാറ്റ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഗ്ലിംസസ് ഓഫ് ഇന്ത്യ അല്ലേ. ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് എന്താണ്, ജസ്റ്റ് ഒരു എത്തിനോട്ടം. നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു ഗ്ലിംസ് അല്ലേ, ഒരു എത്തിനോട്ടമാണ് എന്തിലേക്കെങ്കിലുള്ള. സോ ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ തന്നിട്ടുള്ള ഗ്ലിംസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ്റെ എല്ലാ ഫീച്ചേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വി ആർ നോട്ട് ഗോയിങ് ടു ലുക്ക്. ഓക്കെ, സോ ഒരു കാര്യം, ഒരു ഫീച്ചർ മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് നമ്മളൊന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നോക്കാം നമുക്ക്. എ ബേക്കർ ഫ്രം ഗോവ ഇസ് എ സ്റ്റോറി ദാറ്റ് റിലേറ്റ്സ് ടു ദ ടൈം വെൻ ദർ വാസ് പോർച്ചുഗീസ് റൂൾ ഇൻ ഗോവ. സോ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളാണ്. സോ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഈ ഒരു കോളനി എന്താണ്, കൊളോണിയൽ റൂളൊക്കെ വന്നപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. The story is of a baker living in Govan village. So we are going to discuss about ആരെ കുറിച്ചാണ്, a baker who lived in Goa. ഗോവ മാത്രമല്ല, ഗോവൻ വില്ലേജ് എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ടല്ലേ. ഗോവ സിറ്റി വി നോ ദാറ്റ്, ഗോവൻ്റെ എക്സ്പ്ലോറിംഗ് പാർട്ട് വി ഓൾ നോ ദാറ്റ് അല്ലേ. പക്ഷേ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഗോവൻ വില്ലേജസ്. ഓക്കെ, now during those times people ate loaves of bread അല്ലേ. Still we eat that. They were made in big furnaces. The bakers known as painters who come to sell this bread in the street and would make a jingle sound with a bamboo. So the bakers known as painters, അവർ അറിയപ്പെടുന്ന എന്താണ്, painters എന്നാണ്. ആൻഡ് എന്താണ്, അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ബ്രെഡ് വിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഇവരിവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സ്ട്രീറ്റിലേക്ക് വന്ന് ബെല്ലടിച്ച് ഇങ്ങനെ കുത്തിരിക്കും. Although nowadays we may not see these laws, but may sometimes see the furnaces and some bakers carrying on the traditional business of their forefathers. അല്ലേ, ഇന്ന് നമ്മൾ ഈ പറയുന്ന പണ്ടൊക്കെ ഈ ബ്രെഡും അതിൻ്റെ ചൂട്ട് കാര്യങ്ങൾ, വി സേ ചൂട്ട് അല്ലേ, ഫേർണസസിനെ ചൂട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഉള്ള. ഇന്ന് നമ്മൾ ബ്രെഡ് എല്ലാവരും ബേക്കറിയിൽ നിന്ന്, ഞാൻ എപ്പോഴും വിചാരിക്കും ബ്രെഡ് എന്താ പറയുക, ഈ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അത് വേറെ വിഷയം. എനിവേ എന്താണ്, ബേക്കേഴ്സ് ക്യാരിങ് ഓൺ ദ ട്രഡീഷണൽ ബിസിനസ് ഓഫ് ദിയർ ഫോർ ഫാദേഴ്സ്. ദ ഓഥർ റിമെമ്പേഴ്സ് ദ കമ്മിങ് ഓഫ് ദ ബേക്കർ ട്വൈസ് എ ഡേ ഡ്യൂറിങ് ഹിസ് ചൈൽഡ്ഹുഡ് ഡേയ്സ്. സോ നമ്മുടെ ഓഥർ എന്താണ്, ഇങ്ങനെ ഒരു ബേക്കർ ദിവസത്തിൽ 2 പ്രാവശ്യം എന്താണ് അദ്ദേഹം വരുന്നതും അതിൻ്റെ ഓർമ്മകളെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ഹി വാസ് ഓഥേഴ്സ് ഫ്രണ്ട് ആൻഡ് ഗൈഡ്. അദ്ദേഹം ഇയാളെ സുഹൃത്തു കൂടിയാണ്. ഓക്കെ, ദ മെയ്ഡ് സെർവൻസ് ഇൻ ദ ഓഥേഴ്സ് ഹൗസ് വുഡ് ബൈ ലോസ് ഓഫ് ബ്രെഡ് വിച്ച് ദേ ഏറ്റ് വിത്ത് ടീം. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ചായൻ്റെ കൂടെ ബ്രെഡ് കഴിക്കുന്ന ടീമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത് ബ്രെഡ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ലൈക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബക്കാർക്കൊക്കെ അറിയാം, എന്താ ബ്രെഡ് കിട്ടിയാൽ ഞാൻ എവിടെയും പോയി ജീവിക്കുന്നുള്ളത്. കാരണം ബ്രെഡും പാൽച്ചായ എന്ന് പറയുന്നത് എൻ്റെ ഒരു വികാരം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് തോന്നും, ഈ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, 6ലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ബ്രെഡും പാൽച്ചായയും വൈകുന്നേരം കിട്ടിയാൽ എനിക്കത് സ്വർഗ്ഗമാണ്. സ്റ്റിൽ ഐ ഹാവ് ദറ്റ് ഇമോഷൻ, പ്രത്യേക വികാരം എനിക്കുണ്ട്. ഓക്കെ, അതെന്താണെന്ന് എനിക്കറിയില്ല. ഐ ലവ് ബ്രെഡ് വിത്ത് പാൽച്ചായ. ഓക്കെ, കം ബാക്ക്. നമ്മൾ കുറേ ഇങ്ങനെ പ്രായമൊക്കെ കൂടി വരുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇമോഷണൽ, നിങ്ങൾ ഇതേപോലെ എന്താണ് കുറച്ചൊക്കെ ഏജൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ when we think about our childhood memories we may feel very happy. നമുക്ക് ചില കാര്യങ്ങൾ വയ്ക്കുമ്പോൾ എപ്പോഴും അതിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അത് ഫീൽ ചെയ്യും. ഓക്കെ, now during those days bread was an important part of any occasion, especially the sweet bread bowl. Also the baker had a peculiar dress kaba. It was a single piece frog that would reach up to knees. Baking was a profitable business at that time. So അന്ന് എന്തായിരുന്നു, ബ്രെഡ് എന്ന് പറയുന്നത് വളരെ ഒരു എന്താണ് VIP ഫുഡായിരുന്നു, VIP ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാവിധ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ എന്ത് വേണം, അവിടെ ബ്രെഡിൻ്റെ പ്രസൻസ് എല്ലാവർക്കും നിർബന്ധമാണ്. കൂർഗ് ഈസ് എ സ്റ്റോറി ഡിസ്ക്രൈബ് ദ സെക്കൻഡ് പാർട്ട് അല്ലേ. എന്താണെങ്കിൽ നമുക്ക് വരുന്നത് എന്തിലേക്കാണ്, കൂഗിലേക്കാണ്. കൂഗ് ഓ കൊഡാഗു, ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കർണാടക. വി നോ ദാറ്റ് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കർണാടക. The author describes Coorg as a heavenly place that lies between Mangalore and Mysore. It is certainly God's abode, as it has evergreen forests, spices and coffee plantation. From September to March, the weather is good here and thus many tourists come to visit this place. The air here has the coffee aroma. അവിടെ എന്തുണ്ട്, ഭയങ്കര കോഫീൻ്റെ സ്മെല്ലൊക്കെ ആണ്. നമുക്ക് ഭയങ്കര ഗ്രീനറിയാണ്, പ്ലാന്റേഷനാണ് കൂർഗിലും. This is a famous story about the Greek or Arabic descent of the Coorg people that a part of Alexander's army had to settle here and it was not possible for them to return. പണ്ട് അവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ട്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അദ്ദേഹത്തിൻ്റെ ആർമി എന്താണ് കൂർഗിൽ വന്ന സമയത്ത് they could not return, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചു പോകാൻ പറ്റുന്നില്ല. They thus settled here and married with the locals. അങ്ങനെ അവരെന്ത് ചെയ്തു, ഇവിടെ നിന്നു. ഇവിടെയുള്ള ലോക്കൽസ് എന്ത് ചെയ്തു, അവർ കല്യാണമൊക്കെ കഴിച്ചു. We may find people of Coorg who wear kuffia, a long black coat similar to the kuffia that Arabs അത് നമ്മുടെ ഇതല്ലേ, എന്തെങ്കിലും കുഫിയ എന്നല്ലേ പറയാം, അറബ്സ് കഫ്താനി, നോട്ട് കഫ്താനി, കന്തൂറ
It's Kandura, right? Now, okay, in Kufia that Arabs whale up in the Mendiver and Inganala, Unda Navarana, Makala. People of Coorg are also very brave, buying a diary okay. The Coorg Regiment of Indian Army is one of the most significant regiments. Also, our first army chief, General Chariappa, hails from Coorg, okay, and our first general in the Varana, Pulli Coorgin, okay. The forests and hills of Coorg provide a major source of water to the river Kaveri. കാവേരി നദിയിലേക്ക് വലിയൊരു സോഴ്സ് ഓഫ് വെള്ളം കൊടുക്കുന്നത് ഈ പറയുന്ന കൂർഗിലെ മലനിരകളാണ്. ഓക്കെ. ആൻഡ് ഓൾസോ മഹാശ്വയ, the largest freshwater fish, is also found in these waters. Okay. From the top of the Brahmagiri hills we can see the complete view of Coorg. അപ്പോൾ ബ്രഹ്മഗിരിയുടെ പർവ്വതത്തിന്റെ മേലിൽ നിന്നാൽ കംപ്ലീറ്റ് നമുക്ക് എന്ത് കാണാം? കൂർഗ് എന്ന് പറയുന്ന ഒരു വില്ലേജ് നമുക്ക് കാണാൻ പറ്റും. ഓൾസോ ബുദ്ധിസ്റ്റ് monks live in Bailakuppe in the island of Nisargadma near Coorg. The last story, tea from Assam, starts with the two friends Rajveer and Pranchol traveling to Assam. Last part like on their way they buy the tea from the roadside winter. While sipping the tea, Rajveer tells Pranchol that people drink over 8 crores, more than 8 crores cups full of tea throughout the world in a day. ലോകം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം എന്തുണ്ട് 8 കോടിയിലധികം കപ്പ് ചായ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ കുടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല 8 കോടിയിലധികം ഉണ്ടാവാൻ ചാൻസ്. While Rachel is looking at the beautiful serene and scenery, Pranjal is busy reading detective book. There were tea bushes all over as far as could see. They also saw building which was a tea garden. അപ്പോൾ അവരവിടെ നോക്കുമ്പോൾ എന്താണ് കംപ്ലീറ്റ് ടീ ഗാർഡന് കാര്യങ്ങൾ ഒക്കെയാണ് അവർ കാണുന്നത്. Assam has the largest tree plantation that we know. Assamilana ഏറ്റവും വലിയ എന്താണ് tree plantations ഉള്ളത്. And no one knows who discovered the tea for the first time. ആർക്കും അറിയില്ല ഇന്നും എന്താണ് ചായ ആരാണ് കണ്ടുപിടിച്ചതെന്നുള്ളത്. There are many legends associated with it. ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഓക്കെ. According to Chinese legend, ചൈനക്കാരാണെന്നാണ് പൊതുവെ പറയുന്നത്. A few branches of tea fell accidentally in the boiled hot water. അതൊരു കഥയിൽ എന്താണ് പറയുന്നത്? വളരെ ആക്സിഡന്റ് ആയിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന തേയില എന്ത് ചെയ്തു? തിളച്ച വെള്ളത്തിൽ വീണു. ദ എംപറർ ലൈക്ഡ് ദ ഡെലീഷ്യസ് ഫ്ലേവർ. നമ്മുടെ ഭരണാധികാരി രാജാവിന് എന്തായി? ആ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്ന ആ ടേസ്റ്റ് അല്ലേ? അപ്പം മധുരം വേണ്ടേനോ? ഓക്കെ. ദിസ് ഇസ് ഹൗ ഇറ്റ് കെയിം ഇൻ ടു ബീങ്. ആസ് പെർ ഇന്ത്യൻ ലെജൻഡ്, ഇന്ത്യക്കാര വിശ്വാസപ്രകാരം ബുദ്ധിസ്റ്റ് മങ്ക് ബോധിധർമ്മ കട്ട് ഓഫ് ഹിസ് ഐലിഡ്സ് ആസ് ടു അവോയ്ഡ് സ്ലീപ്പ് ഡ്യൂറിങ് മെഡിറ്റേഷൻ. ബോധിധർമ്മൻ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ എന്താണ് കൺപോളകൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി മെഡിറ്റേഷൻ്റെ സമയത്ത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവർ അങ്ങേറ്റം നമ്മളൊക്കെ കാണുന്നതിലപ്പുറത്താണ് കേട്ടോ. മെഡിറ്റേഷൻ്റെ സമയത്ത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൺപോളകൾ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അബൌട്ട് ടീ പ്ലാന്റ്സ് ഗ്രീവ് ഔട്ട് ഓഫ് ദീസ് ആൻഡ് thus. ഓക്കെ. ഇതിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ടീ പ്ലാന്റ്സ് ഉണ്ടായെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ദേ ബാനിഷ് സ്ലീവ് വെൻ പുട്ട് ഇൻ ഹോട്ട് വാട്ടർ ആൻഡ് ട്രം. അപ്പോൾ എന്താ ഇതിനോടനുബന്ധിച്ചിട്ട് എന്താണ് ഉറക്കമില്ലാതിരിക്കാൻ വേണ്ടി ചുടുവെള്ളത്തിൽ എന്താണ് ചായ കുടിക്കുന്ന മീൻസ് ചായ കുടിക്കുന്ന സ്വഭാവം മനുഷ്യർക്ക് ഉറക്കം വരാതിരിക്കാൻ. അപ്പം ഇങ്ങനെയും ഒരു കഥയുണ്ട്. ബോത്ത് ഓഫ് ദം ഗോ ഡൗൺ അറ്റ് മെറിയാനി ജംഗ്ഷൻ ആൻഡ് വെന്റ് ടു ദ കിബാരി ടീ എസ്റ്റേറ്റ്. They saw women plucking tea leaves. Pranjal's father had come to receive them there and said that he knew a lot about tea planters. Rajvi says that he is keen to learn from him. So they are more going to എന്താണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? അറിവുകൾ എപ്പോഴും നല്ല രസമാണ് അല്ലേ? യെസ്, നോക്ക്. ഇറ്റ്സ് പോയിന്റ് യെസ് ബോൾ പോം സമ്മറി അല്ലേ? നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സമ്മറി ഓഫ് the ball poem. We know that it is എന്താണ് the poem which talks about an affection അല്ലേ? ഒരു affection നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു പോയത്തിൽ. ആരാണ് പോയറ്റ്? ജോൺ ബെറിമാൻ ആണ്. ഹി ഈസ് ബ്യൂട്ടിഫുള്ളി ഡിസ്ക്രൈബിങ് എ ബോയ് ഹു ഹാസ് ലോസ്റ്റ് ഹിസ് ബോൾ നഷ്ടപ്പെട്ട ഒരു ആൺകുട്ടിയുടെ ഇമോഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഹി ഗേവ് എ ലെസൺ ദാറ്റ് ഈസ് ഫുൾ ഓഫ് വിസ്ഡം ത്രൂ ദ ലോസ് ഓഫ് എവറി വൺ മസ്റ്റ് ലേൺ ടു ബെയർ ദ പെയിൻ അസോസിയേറ്റഡ് വിത്ത് ലോസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലും എന്തുണ്ടാകും? നഷ്ടങ്ങളുണ്ടാകും. ആ നഷ്ടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വേദന നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പൊരുത്തപ്പെട്ടേ പറ്റൂ. നമ്മൾ പൊരുത്തപ്പെടാനേ എന്തായാലും എന്ത് ചെയ്യും? നമ്മളത് പഠിക്കണം അല്ലേ? ആ വേദന പൊരുത്തപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ലേൺ എന്ന് അദ്ദേഹം പറയുന്നത്. ദ പോയിറ്റ് സീംസ് എ ബോയ് ഹു ഈസ് പ്ലേയിങ് വിത്ത് ദ ബോൾ. നമ്മുടെ പോയിറ്റ് എന്ത് ചെയ്യുന്ന ഒരു ബോയിനെ എന്ത് ചെയ്യണം? ബോളുമായിട്ട് കളിക്കുന്ന ഒരു ബോയിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. വൺസ് ദ ബോൾ ബൗൺസസ് ഔട്ട് ഓഫ് ഹിസ് കൺട്രോൾ ആൻഡ് കോൺസിക്വൻറ്റ്ലി ഫോൾസ് ഇൻ ടു ദ വാട്ടർ. അപ്പോൾ അവനിങ്ങനെ അത് ബൗൺസ് ചെയ്ത് കളിക്കുമ്പോൾ എന്ത് ചെയ്തു? വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് ഒരു പ്രാവശ്യം അവരെന്ത് ചെയ്തു? ആ ബോൾ മിസ് ചെയ്തിട്ട് അത് അങ്ങോട്ട് പോയി വെള്ളത്തിലേക്ക് പോയി. The boy became very sad. The poet feels that no other ball will be sufficient to lessen his sadness. Here the lost
Ball stands for the general laws of a human being. അപ്പോൾ അദ്ദേഹം ആ ബോളിന് എന്ത് ചെയ്യുന്നത് മനുഷ്യർക്ക് പൊതുവെ ഉണ്ടാകുന്ന നഷ്ടങ്ങളായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആ ഒരു ബോളിന് അദ്ദേഹം കാണുന്നത്. The losses may be the loss of personal possession or the death of some near and dear one due to the separation from the beloved one. As long as there is, everyone has to bear many types of losses. Therefore, we need to learn the way for bearing those losses. So he is saying that the poet is trying to make us understand that everybody has losses in their life. എല്ലാവർക്കും everybody, each and everyone, even the children, even the old, even the adult, even the youth, everyone has losses, different losses at different ages. We have to bear the pain, we have to cope up with that, we have to understand loss is a part of എന്താണ് നമ്മുടെ ഈ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ത് നഷ്ടങ്ങളും എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് മനസ്സിലാക്കിയിട്ട് പോകണം. ഓക്കെ, ഇനി അടുത്തത് എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം എന്താണ്. ഇറ്റ് ഈസ് ഫ്രൂട്ട് പിൻസ് വിതൗട്ട് ഫീറ്റ് സമ്മറി ആണല്ലേ. നോക്കാം നമുക്ക്. This is quite an interesting story about a scientist named Griffin. Griffin എന്ന് പറയുന്നത് വളരെ സൈക്കോ ആയ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സയൻറ്റിസ്റ്റിൻ്റെ കഥയാണ് ഇത് ഈ പറയുന്ന ഫുട് പ്രിന്റ് വിതൗട്ട് ഫീറ്റ്. He had been finding ways that could make a man invisible. പുള്ളി നൈസായിട്ട് കണ്ടുപിടിച്ച ഒരേ ഒന്നല്ല, പുള്ളി കണ്ടുപിടിച്ച ഒന്നാണെന്ത് മനുഷ്യൻ ഇൻവിസിബിൾ ആക്കുന്ന ഒരു എന്ത് മരുന്ന്. He got success in his experiment and developed a formula which he can become invisible but can be touched and felt physically. പക്ഷെ ഞാനിവിടെ നിൽക്കുന്നില്ല എന്താണ്, എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ ശരിക്കും കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും അല്ലേ, കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ആ ഒരു മരുന്ന് കഴിച്ച് ഇൻവിസിബിൾ ആവാണ്. He accidentally stepped in mud and was seen by two young men who followed his footprints till it becomes faint. He was walking on roads and was feeling cold, so he enters a shopping center to feel warm. After the store shut down, he chooses to wear some comfortable garments and eat something. നമുക്കറിയാം സൂപ്പർ മാർക്കറ്റിൽ കയറി ലാവിഷായിട്ട് എന്ത് ചെയ്യുന്നു, തിന്നു മുടിക്കുന്നു അദ്ദേഹം. വാട്ട് ഹി വെയേഴ്സ് എന്താണ്, വാട്ട് ഹി വാണ്ട്സ് അല്ലേ, ബിക്കോസ് അതിൻ്റെ ചാപ്റ്ററിൽ പ്രത്യേകം പറയുന്നുണ്ട് തണുപ്പ് സീസൺ ആണ്. ആ സമയത്ത് ലണ്ടനിൽ എന്താണ് ഡ്രസ്സ് ഇല്ലാതെ പോയിട്ട് കോട്ടില്ലാതെ പോലെ എന്താണ് നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വാംത്ത് കീപ്പ് ചെയ്യാൻ എന്താണ് വെയ്സ് clothes from the store. He initially unpacks a couple of garments and wears them. At that point, from the kitchen of a cafe, he eats cold meat and some espresso. Espresso means coffee, okay, cold coffee. Later, he decides to sleep on a heap of quilts in a store. പടത്തിൻ്റെ മേലൊക്കെ നൈസായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോയി കിടക്കുന്നുണ്ട്. The next morning, before he wakes up, some store associates had been started follow him. He removed all the clothes instantly and became invisible once again. Now he is wandering without clothes in chilly winters of London. He then decides to take clothes from the theatre company as he was sure he will get something there to cover his face too. He has stolen dull glasses, Burger's nose and a hat and some bandages for covering his face. Then he goes to a shopkeeper's place and stole all his money. Soon he realizes London is quite a busy place to live like this. So he thought of moving to the Iping village. അദ്ദേഹം എന്ത് ചെയ്യാണ്, he is planning. So he planned to move to the next village അല്ലേ. അവിടെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു വീട്ടിൽ ചെല്ലുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു, വളരെ അവിടെ താമസിക്കുന്നു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നോക്കൂ നിങ്ങൾ, he booked 2 rooms in a hotel village and reached there. It is quite unusual for the villages that an outsider with such a peculiar appearance അല്ലേ, മുഖമൊക്കെ ഇങ്ങനെ ചുറ്റി മുഴുവൻ എന്താണ് മൂടിയ ഒരാളെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു അതിശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, furthermore he hit the owner and his wife when they attempt to check his room in his absence അല്ലേ. അദ്ദേഹം ഇല്ലാത്ത സമയത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ റൂം ചെക്ക് ചെയ്തപ്പോൾ ആർക്ക് ദേഷ്യം വന്നു, അദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നൈസായിട്ട് അവരെടുത്ത് കസേരയെടുത്ത് അടിച്ചോടിക്കുന്നുണ്ട്. As they cannot see anyone, the owner thought there were spirits in the inn and that unusual guest is responsible for it. At that point, the town constable is requested to inquire in regard to what his identity in and what he did to her furnishings. This made him annoyed and desired to show his identity. As a helpless man, this cannot fetch hold to of Griffin as he takes off all his garments and to become invisible. So അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ഈ പറയുന്ന ഇന്നിൽ വന്നിട്ട് അല്ലെ വില്ലേജിൽ വന്നിട്ട് താമസിക്കുമ്പോൾ അവിടെയുള്ള ഹൗസ് ഓണറൊക്കെ എന്ത് ചെയ്യുന്ന നൈസായിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹം അടിച്ചൊടിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മുടെ വീട്ടുടമ വിചാരിക്കുകയാണ് ഇവിടെ പ്രേതബാധ വരാൻ തുടങ്ങിയത് കാരണം ആരാണ്, മിസ്റ്റർ ഗ്രിഫിൻ ആണെന്നുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞു അല്ലേ. പ്രേതമില്ല, പക്ഷെ സംതിങ് എന്താണ് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ഹാപ്പനിങ് ദർ, അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി എന്ത് ചെയ്തു, ഹി കംപ്ലൈൻറ്റ് അദ്ദേഹം കംപ്ലൈൻറ്റ് ചെയ്യാണ് ആരെ, അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഹീസ് കംപ്ലൈനിങ് അബൌട്ട് ദ സയൻറ്റിസ്റ്റ് and the cop
was coming, like the cop comes to catch Mr. Griffin. But unfortunately എന്ത് ചെയ്യാണ് ഗ്രിഫിൻ്റെ ഏറ്റവും വലിയൊരു ടൂൾ എന്തായിരുന്നു? The power to be invisible, the way to be invisible, like the secret to be invisible. അപ്പോൾ ഇൻവിസിബിൾ ആവാനുള്ള സീക്രട്ട് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ടൂള്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ചെയ്തു. ആൻഡ് വാട്ട് ഡിഡ് ഹി ഡു? പുള്ളി എന്ത് ചെയ്തു? പുള്ളി അവിടെ നിന്നും വീണ്ടും എസ്കേപ്പ് ആവാണല്ലേ. അപ്പോൾ എന്താണ് ഇറ്റ്സ് അബൌട്ട് എന്താണ് വളരെ മനുഷ്യരെന്ത് കാണിക്കുന്നുണ്ട്? മനുഷ്യരുടെ ഒരു വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 പാഠമാണ് എന്തുള്ളത്? ഈ ഒരു 3 ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡിങ് യൂണിറ്റ് 5. സോ ഐ ഹോപ്പ് ദാറ്റ് ദിസ് വീഡിയോ ഇസ് വെരി യൂസ്ഫുൾ ഫോർ യു ഗൈസ്. ഓക്കെ സോ വി സ്റ്റോപ്പ് ഹിയർ. ഇതേപോലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറീസും ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു ബിഗിനിങ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് പഠിക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് വരുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ റൈറ്റിംഗ് പാർട്ടിലേക്ക് വരും. പിന്നെ നമ്മൾ ഗ്രാമർ. So first literature, first learn the chapters. Okay, then after learning the summaries, we will be doing question answers, and after the question answers we will be doing the writing part. Okay, so in the board exam we have to rock. Okay, so we stop here guys. Thank you so much. Bye bye.